Hi, all. I am Prabhakumar, Managing Partner of Veritable Tech Solutions. നിങ്ങൾ ഒരു ഹോം തിയേറ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടിപ്സ് പറയാം. ആ ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ആ ഹോം തിയേറ്ററിന് കുറച്ചുകൂടെ പ്രീമിയം റിയൽ തിയേറ്ററാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഹോം തിയേറ്റർ എന്നല്ല അതിന് പറയുന്നത്, പകരം ഇറ്റ്സ് എ മിനി തിയേറ്റർ. നമ്മൾ സാധാരണ കൊമേഴ്ഷ്യൽ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് മുഴുവൻ സ്ക്രീനിലാണ് സിനിമ കാണാൻ പറ്റുന്നത്. അത് വൈഡ് സ്ക്രീനാണ്, അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ആ സ്ക്രീൻ കർവ്ഡ് ആയിരിക്കും ഇരിക്കുന്നത്. അത് നല്ല വ്യൂ ആംഗിൾ കിട്ടുകയും ചെയ്യും. നമ്മൾ ഏത് സീറ്റ് ഇരുന്നാലും പെർഫെക്റ്റ് ആയിട്ട് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് ഒരു ഫ്ലാറ്റ് സ്ക്രീനിലായിരിക്കും, കർവ്ഡ് ആയിരിക്കത്തില്ല. ആ തിയേറ്ററിൽ കണ്ടിട്ട് അത് വീണ്ടും ടി വിയിൽ കാണുമ്പോൾ നമ്മൾ കാണുന്നത് എപ്പോഴും ബ്ലാക്ക് ബാറിന് ഉള്ളിലാണ് ആ സിനിമ കാണുന്നത്. 2 ബ്ലാക്ക് ബാർ കാണുന്നത് അതിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. അപ്പോൾ സിനിമ ചെറുതായാൽ നമുക്ക് കാണാൻ പറ്റും. വൈഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാറില്ല. ഈവൻ മൊബൈൽ ഫോണിൽ കണ്ടാലും മുകളിലും താഴെയും ബ്ലാക്ക് ബാർ വരും. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ ട്രെയിലർ ആയാലും ഏതെങ്കിലും മൂവിയുടെ ട്രെയിലറോ ഏതെങ്കിലും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൻ്റെ സിനിമകളോ നിങ്ങൾ കണ്ടു നോക്കി അറിയാം. അതിൻ്റെ കാരണം ഈ 1952 മുതൽ സിനിമകൾ എടുക്കുന്ന സിനിമ സ്കോപ്പിലാണ്, വൈഡ് സ്ക്രീനിലാണ്, കാണാൻ വേണ്ടിയാണ് സിനിമ എടുക്കുന്നത്. പക്ഷേ നമുക്ക് ടി വിയിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ടി വിയിൽ 16:9 എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആസ്പെക്ട് റേഷ്യോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ടി വിയുടെ പ്രോഗ്രാംസ് എല്ലാം ആ സ്ക്വയറിൽ മുഴുവനായിട്ടും, എന്നാൽ സിനിമ സ്കോപ്പ് സിനിമകളെല്ലാം ഈ 2 ബ്ലാക്ക് ബാറിനുള്ളിൽ, കാരണം അത് വൈഡ് അല്ലാത്ത കാരണം അതിനെ ചുരുക്കി ബ്ലാക്ക് ബാറിനുള്ളിൽ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ റിയൽ സിനിമയുടെ ഒരു എൻജോയ്മെന്റ് ഒന്ന് നഷ്ടപ്പെടും. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ പ്രൊജക്ടറിൻ്റെ മുന്നിൽ ഒരു അനമോർഫിക് ലെൻസ് വയ്ക്കാം. അനമോർഫിക് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ അനമോർഫിക് ലെൻസ് ആ സിനിമയെ വൈഡാക്കി കൊടുക്കും. അതിന് നമ്മളൊരു സൂപ്പർ വൈഡ് കർവ്ഡ് സ്ക്രീൻ കൂടെ ഫിക്സ് ചെയ്യാമെങ്കിൽ ഈ നിങ്ങളുടെ ഹോം തിയേറ്റർ ഒരു റിയൽ പ്രീമിയം തിയേറ്റർ പോലെ തന്നെയാവും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങളെല്ലാവരും മനസ്സിൽ വയ്ക്കുക. ഇനി അടുത്ത തവണ ഒരു ഹോം തിയേറ്റർ ഇൻസ്റ്റാളേഷന് വേണ്ടി ആരെങ്കിലും ഒരു ഇൻസ്റ്റാളർ നിങ്ങളെ കാണുമ്പോൾ അവരോട് പ്രത്യേകിച്ചും എനിക്ക് ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ അത് ഹോം തിയേറ്റർ അല്ല, പകരം ഒരു റിയൽ മിനി തിയേറ്റർ ചെയ്തു തരണമെന്ന് പറയാം. അതിൽ നിന്ന് സിനിമ കണ്ടു നോക്കാം. കുറച്ച് വീഡിയോസും ആ പ്രൊഡക്റ്റും ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ലെറ്റ്സ് സീ. അനമോർഫിക് ലെൻസ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ പ്രൊജക്ടറിൻ്റെ മുന്നിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പ്രൊജക്ടറിൻ്റെ മുകളിലായി ഒരു പ്ലേറ്റിനോടൊപ്പം ഒരു യു ബ്രാക്കറ്റ്. ആ യു ബ്രാക്കറ്റിൽ നമ്മൾ അനമോർഫിക് ലെൻസ് പ്ലേസ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഇതിനും ഇലക്ട്രിക്കൽ ഒരു ആവശ്യമില്ലാത്തതിനാൽ ഇതിന് വേറെ യാതൊരുവിധ ഇറ്റ്സ് നോട്ട് എൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. സോ ഇതിന് വേറെ വാറൻറ്റിയോ അല്ലെങ്കിൽ ഇതിനൊരു കംപ്ലയിൻറ്റ് പറ്റുമെന്നോ അങ്ങനെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല.